ബ്രേക്കപ്പ് ആയിട്ട് നിങ്ങൾ അതിൽ തന്നെ സ്റ്റക്ക് ചെയ്തിരിക്കുകയാണോ? സോ ലെറ്റ്സ് ഫിക്സ് ദാറ്റ് ഗൈസ്. സോ ബ്രേക്കപ്പ് കഴിയുമ്പോൾ എല്ലാവരും നമ്മളോട് പറയും മൂവ് ഓൺ, ജസ്റ്റ് മൂവ് ഓൺ. പക്ഷെ എങ്ങനെ മൂവ് ഓൺ ചെയ്യും അതാരും നമ്മളടുത്ത് പറഞ്ഞു തരാറില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാണ് എങ്ങനെ നമുക്ക് മൂവ് ഓൺ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ആൻഡ് ഡിറ്റോക്സ് ആണ്. അതായത് നിങ്ങളുടെ എക്സുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്ന എല്ലാ സാധനത്തിൽ നിന്നും ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യുക, ചാറ്റ്സ് ഡിലീറ്റ് ചെയ്യുക, ഒരു കോൺടാക്റ്റും പാടില്ല. അവരുമായിട്ട് കണക്ട് ചെയ്യുന്ന പിക്ചേഴ്സ്, കോൾസ്, ചാറ്റ്സ് ഒന്നും പാടില്ല. അക്കൗണ്ടിൽ കയറിയിട്ട് എന്നിട്ട് അവരെ സ്റ്റോക്ക് ചെയ്യുന്ന പരിപാടി ഇതൊക്കെ നിർത്തുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹീൽ ദ റൈറ്റ് വേ ആണ്. അതായത് നിങ്ങൾക്ക് വിഷമം വരും. ഒരിക്കലും നമ്മൾ ബ്രേക്കപ്പ് ആയി പെട്ടെന്ന് നമ്മൾ ചിരിച്ച് കളിച്ച് നടക്കാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് വിഷമം വരും. അങ്ങനെ വിഷമം വരുന്ന സമയത്ത് ജസ്റ്റ് ഫീൽ ദ പെയിൻ. അത് ഫീൽ ചെയ്യുക, പക്ഷെ അതിൽ തന്നെ നിന്ന് പോകരുത്. അതിന് ഞാൻ കണ്ട ഏറ്റവും വലിയ ഒരു മെത്തേഡാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ബ്രേക്കപ്പ് ആയത് ആ റീസൺ നിങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഈ പെയിൻ വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ചു നേരം ആ ഒരു പെയിൻ ഫീൽ ചെയ്തിട്ട് നിങ്ങൾ പോയിട്ട് ആ റീസൺ എടുത്ത് വായിച്ച് നോക്കുക. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പെയിൻ കുറച്ച് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഹീൽ ആവും. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് ഹീലിംഗ്. അടുത്ത സ്റ്റെപ്പാണ് ഗ്ലോ അപ്പ്. അതായത് നിങ്ങളെ തന്നെ ഒരു എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് കൊണ്ടുവരാം. ലൈക്ക് നിങ്ങളുടെ ഹെയർ സ്റ്റൈലിലോ, നിങ്ങളുടെ ഔട്ട്ഫിറ്റിലോ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഹോബീസിലോ. അങ്ങനെ കാരണം നമുക്കിപ്പോൾ ഒരു ഫ്രഷ് ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രഷ് ലുക്ക് വരും. അപ്പം ഒന്നില്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെയ്യുക. അങ്ങനെ നിങ്ങളെ തന്നെ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യുക. നിങ്ങളുടെ ഗോൾസ് ഫോക്കസ് ചെയ്യുക. നിങ്ങളെ തന്നെ അപ്ഗ്രേഡ് ചെയ്തിട്ട് ലൈക്ക് മേക്ക് യുവർ എക്സ് റിഗ്രറ്റ് ലോസിങ് യു. ദി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റീഡയറക്ട് യുവർ എനർജിയാണ്. അതായത് നിങ്ങൾക്ക് ഒരുപാട് എനർജി ലോസ് ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ വീണ്ടും എനർജി റീഡയറക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ചെയ്യുക, കൂടുതൽ ആൾക്കാരെ കാണുക, കൂടുതൽ ട്രാവൽ ചെയ്യുക, ഓർ നിങ്ങൾ എൻഗേജ്ഡ് ആവുക. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ എനർജി നിങ്ങൾക്ക് വീണ്ടും ആ പണ്ടത്തെ നിങ്ങൾക്ക് ലോസ് ആയ എനർജി ഒക്കെ തിരിച്ചു കിട്ടി നിങ്ങൾ ഭയങ്കര അടിപൊളിയാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ എക്സിന് കൊടുക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് റിവെഞ്ച് എന്ന് പറയുന്നത് തന്നെ ബിക്കമിംഗ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ് ആണ്. അല്ലാണ്ട് നമ്മൾ ബ്രേക്കപ്പ് ആയപ്പോൾ ഓപ്പോസിറ്റ് ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയോ, അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കോ, അങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ ലൈക്ക് അതൊരു ബെസ്റ്റ് റിവെഞ്ച് അല്ല. പക്ഷെ അപ്പൊ അവർക്ക് വീണ്ടും ഒരു തോട്ട് ഉണ്ടാവും, അവരെ ഒഴിവാക്കിയത് നന്നായി, അല്ലെങ്കിൽ അവർ പോയത് നന്നായി എന്നുള്ളൊരു തോട്ടാണ് ഉണ്ടാവുക. പക്ഷെ അവർക്ക് ഒരു നമ്മളെ പോയത് കൊണ്ട് ഒരു വിഷമം തോന്നിപ്പിക്കണമെങ്കിൽ ജസ്റ്റ് ബിക്കമിംഗ് ദ ബെസ്റ്റ് വേർഷൻ ഓഫ് യുവർ സെൽഫ്. ഈ ഒരു ഒറ്റ ഇതിൽ മാത്രമാണ് അത് പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ നിങ്ങളെ തന്നെ അടിപൊളിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു വെൽബീങ് ഉണ്ടാവും. പറയട്ടല്ലോ. സോ നിങ്ങളുടെ ബ്രേക്കപ്പ് ആയിരിക്കുന്ന എല്ലാ ഫ്രണ്ട്സിനും ഇത് അയച്ചു കൊടുക്കാം. അപ്പൊ ഇത് അവർക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും.